അമ്മാന്റെ അടുത്തേക്കാണോ? മോളെ ആ കിട്ടി അവിടെ മോളെ എവിടെ പോവാ? അമ്മാന്റെ വീട്ടിലേക്കാ? അമ്മാന്റെ വീട്ടിൽ പോവാണോ? മോള് അവിടെ നിക്കാണോ? മോള് അവിടെ നിക്കാണോ? മോളവിടെ നിക്കാണോ? ആണോ? ഞാനില്ല. മോളെ ഒറ്റയ്ക്ക് നിന്നോ? ഞാനില്ല. മോളെ ഒറ്റയ്ക്ക് നിക്കണം അവിടെ. മോളോട് ഒറ്റയ്ക്ക് നിക്കണം. നിക്കൂലേ? ഓക്കെ ഡൺ. കിട്ടിയില്ലേ? ഓക്കെ. നോമ്പൊക്കെ തുറന്നോടാ? നോമ്പ് തുറന്നാലും ക്ഷീണാണോ? ശക്രൻ ശരി, ഞാൻ ആലപ്പുഴ പോവാണ്. അപ്പൊ എല്ലാരും ചോദിക്കും എന്തിനാണ് നിങ്ങൾ അവരെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ അവരെ കൊണ്ടുപോകും. നിങ്ങൾക്ക് എന്താ എന്തിനാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ വെറുതെ പോണില്ല. ഇവിടെ ഏട്ടനെ വെച്ച് ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും പണിയിട്ടത്. ഞങ്ങൾ ഏട്ടന്റെ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏട്ടൻ പണിക്കാരാണ്, ഇൻക്ലൂഡിങ് മീ. ഞങ്ങൾക്ക് മാസം ശമ്പളമൊക്കെ ഉണ്ട്. അതല്ല ഞാനില്ലേ, ഞാനിനി ഇവിടെ അടുക്കള പണിക്ക് കൂടി പൈസ വാങ്ങിയല്ലോ ആലോചിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ സന്തോഷപൂർവ്വം ഞാനിവിടെ യാത്രയാവുന്നൊക്കെ അതന്നെ. എന്നൊക്കെ പോവാ, ഇവർക്ക് തിന്നാനുള്ള സാധനമാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ഞങ്ങളിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഞങ്ങളിപ്പോ തൃശ്ശൂര് കഴിഞ്ഞു. ഇത് എവിടെയാ? പാലിയേക്കര അല്ലാണത്? പാലിയേക്കര എത്തി ഞങ്ങള്. അപ്പൊ നമ്മുടെ കിടുതാ ഇവിടെ ഉറങ്ങാണ്. അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ സുന്ദി ഇവിടെ. അപ്പൊ ഏട്ടനും മനുഷ്യാന്ത ഷാക്കിറില്ലേ, അവര് നമ്മുടെ BM ഇവിടെ നമ്മളിവിടെയാണ് പണിക്കിട്ടേക്കണം കേട്ടോ. അപ്പോൾ അവര് നമ്മുടെ BM പണി എത്രത്തോളം ആയി എന്നറിയാൻ വേണ്ടിയിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയേക്കാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു റൈസ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി പണിക്കിട്ടേക്കണത് കേട്ടോ. ഇവിടെ അരുൺ സ്മോക്കിയുടെ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതല്ല അരുൺ സ്മോക്കി, അതെ ഇതാണ് അരുൺ സ്മോക്കിയുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് യെല്ലോ ഇതേതാണ്ടോ. അപ്പം നമ്മുടെ വണ്ടിയുടെ ഉള്ളിലാണ്, അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒതുങ്ങിയിരിക്കുകയാണോ? ഇതാ ഗൈസ് നമ്മുടെ അരുൺ സ്മോക്കിയുടെ വണ്ടി പോർഷെ കണ്ടോ. പണിക്കിട്ടണം തോന്നുന്നു, പണിക്കിട്ടനായിരിക്കും. പണിക്കായിരിക്കും ഇട്ടിട്ടുണ്ടാവും. പുള്ളിക്കാരൻ്റെ കളർ സെലക്ഷൻ ഒരു മാരകാണ് കേട്ടോ. എവിടെ പോയാലും നമ്മൾ നോക്കും പുള്ളിക്കാരൻ്റെ കാറ്. ഇത് കണ്ടോ, മഞ്ഞ. അയ്യോ. പിന്നെ പാലിയേക്കരയിൽ നിന്ന് ആലുവ വരെ ഞാനാണ് കേട്ടോ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് സിറ്റിക്ക്. പിന്നെ നമുക്ക് ലൈസൻസുള്ള ഒരാൾ നമ്മൾ തൊട്ടടുത്ത് ഇരുന്നാൽ മതി, നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആലുവ എത്തിയപ്പോൾ ജസ്റ്റ് ഒരു നിർത്തി ചായ കുടിച്ച്. ഞാൻ ബൂസ്റ്റ് ആട്ടോ കുടിച്ചത്. സൂപ്പർ. ഇതെന്തത്? അമ്മേനെ കൂട്ടി ട്രെയിനിൽ പോയാ? സൂപ്പർ. ഗുഡ്സ് ട്രെയിൻ ആണോ അത്? ബ്ലൂ ട്രെയിനിലോ? ഓക്കെ. ഇത് ബ്ലൂ ട്രെയിൻ ആണോ? ഇത് ബ്ലാക്ക് ആണോ? നമ്മുടെ നല്ല അറിയും. ഇത് ഓറഞ്ച് ആണോ? ബോളാണോ അത്? സൂപ്പർ. അമ്മമ്മ കുളിച്ചാ ബാത്റൂമില്? ഈ ബാത്റൂമിൽ കുളിക്കാം. അമ്മയുടെ ഉണ്ണിയുടെ ബാത്റൂമാണോ അത്? ഇപ്പൊ വരും. അമ്മയുടെ അമ്മേനോട് ചേച്ചി ഒരു ഡ്രസ്സ് കാട്ടടാവ്. ശരി, എന്താടാ ഒരു വീട്ടിൽ വന്നിട്ട് എണീറ്റ് വരുന്ന സമയമാണ് അത്. വാങ്ങി കുളിച്ചു പള്ളിയിൽ. ഞാൻ ഉറങ്ങിട്ട് കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ട് ഇടയ്ക്ക് എറണാകുളത്ത് കുറച്ച് ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റ്. പിന്നെ എന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് ഫോൺ ഞാനല്ലേ ഞാൻ ഏട്ടനോട് പറഞ്ഞേട്ടങ്ങള് ഫോൺ വെച്ചിട്ട് ചാക്കനോട് സംസാരിക്കാൻ പറഞ്ഞു. ഏട്ടനോട് ഞാനേ ചാക്കന്റെ മോതിക്ക് നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കണ്ണു പിടിക്കുകയാണ്. ഞാനേ എനിക്കില്ല അന്നാ വണ്ടി തയ്ക്കാരനെ ടെൻഷനാ.
എനിക്ക് ലിക്ക് അങ്ങനെ ഉറങ്ങി പോകുന്നത് പേടിക്ക്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണരുമായിരുന്നു. എന്നിട്ട് ഞാൻ ഉണർന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഏട്ടൻ ഫോണിൽ സിനിമ ഞാൻ പറയാട്ട് നിർത്തിച്ചിട്ട് അവനോട് വർത്തനം പറഞ്ഞിരിക്കാൻ പറഞ്ഞത്. എന്തമ്മ അമ്മ എന്തൊക്കെ ചാക്കിലാക്കുന്നുണ്ട്. അമ്മ തേച്ച് പൂളൊക്കെ ചാക്കിലാക്കുന്നുണ്ട് ഗൈസ്. അതെ, ചിലത് പൂളാന്ന് പറയും, ചിലത് കപ്പാന്ന് പറയും, ചിലത് കൊള്ളിക്കിഴങ്ങെന്ന് പറയും. ഹലോ ഗായ്സ്, ഞാൻ ഒരാൾ വരുമ്പോ നിനക്ക് എന്നെ നോക്കാറില്ല. നിനക്ക് എന്നെ ഡാക്കളെ എല്ലടന്റെ ഏട്ടൻ മൈൻഡ് ചെയ്ത് തന്നെ നോക്കിന്നെ. ആ ഒരു നോട്ടം മതിയിരിക്കും. എനിക്ക് വേറെ എന്ത് വേണമെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിൽ തന്തേ ഏട്ടൻ നോക്കിയേ നരച്ചോണ്ടാ പേടിച്ചേ. ഈ ഒരു പട്ടീനെ പോലും ഇതാക്കുന്ന ധൈര്യമില്ല ഡാക്കിൾക്ക്. നമ്മുടെ ടോബിയാണ്. ടോബിന് അച്ഛൻ വിട്ടണെന്ന് പറഞ്ഞിട്ടോ. അച്ഛൻ വിട്ടണ ട്രെയിനിന്റെ ഉണ്ടാ ഡോഗ്. ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗാണ്. തിന്നാൻ പോണോ? ശരി. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ വീഡിയോയുടെ കാര്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് നോക്കണം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ ആലോചിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തോ ഗ്ലൂമി ആയിട്ട് എന്തോ ഒരു സങ്കടത്തിലിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. മറ്റേ എന്താണ് അപ്പം ഇങ്ങനെ പിള്ളേർ അവിടെ കിടന്ന് തകൃതിയായിട്ട് കളിക്കുന്നുണ്ട്. ഇവർ ഏട്ടനെ തേച്ച് വെച്ച മുണ്ടിൻ്റെ ഇടയിലാണ് ഇവർ കയറി കളിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും കൂടി എനിക്ക് അവരെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറുന്നൊന്നും പറയാൻ തോന്നുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചറിയില്ല. ഞാൻ വേറെ ഏതോ ഒരു മായാലോകത്തായിരുന്നു. അപ്പോൾ അവരവിടെ കളിക്കട്ടെ വിചാരിച്ച് ഞാൻ അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ പുലർച്ചെ 2 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം അല്ല, അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അമ്പുടനെ അങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അവിടെ ജയാമ്മ തൊഴിലുറപ്പിന് പോയതുകൊണ്ടും ചേച്ചിയുടെ കുറച്ച് പണിത്തിരക്കിലൊക്കെ ആയതുകൊണ്ടും വിഷ്ണുവേട്ടനും അതേ സ്റ്റുഡിയോയിലൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് അങ്ങനെ ഒറ്റൊരു ദിവസത്തേക്കല്ലേ പോയിട്ട് ഒരു ദിവസം വരെ ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ ഒരുപാട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിൽക്കാതെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമ്പനി സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്.